ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യാനികൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും ക്രിസ്ത്യാനികൾ വഹിച്ചിരുന്നില്ല എന്നത് അറിവില്ലായ്മയുടെ അങ്ങേയറ്റവും ചരിത്രത്തിന് നേർക്കുള്ള കൊഞ്ഞനം കുത്തലുമാണ്. ഇന്ത്യയിൽ 2 സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുണ്ട്. രണ്ടിലും ക്രിസ്ത്യാനികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിലൊരു സമരത്തിൽ നേതൃത്വം വഹിച്ചിരുന്നത് തന്നെ ക്രിസ്ത്യാനികളായിരുന്നു. 2 സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നത് 1757 മുതൽ 1947 വരെയുള്ള 190 വർഷങ്ങളാണ്. എന്നാൽ ഇന്ത്യയിലെ അവർണ്ണ ജനവിഭാഗങ്ങൾ സവർണ്ണരുടെ കീഴിലിരുന്നത് 1, 2, 3 നൂറ്റാണ്ടുകളല്ല, ഏതാണ്ട് 1.5 സഹസ്രാബ്ദങ്ങളിലധികം കാലമാണ്. ഈ അടിമത്തത്തെക്കുറിച്ചും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒരുപക്ഷെ ആരും ചിന്തിച്ചിട്ടുകൂടി ഇല്ല. അവരുടെ അടിമത്തത്തെ അടിമത്തമായി പോലും ഇവിടെയുള്ളവർ കണക്കാക്കാത്തത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിലെ അധസ്ഥിതിക ജനവിഭാഗങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് പത്മനാഭമേനോൻ കൊച്ചി രാജ്യചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവരെ ഉടമസ്ഥന്മാർ സ്ഥാവര ജംഗമ സ്വത്തുക്കളെപ്പോലെ ക്രിയവിക്രയം ചെയ്യുന്നതിനൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഉടമസ്ഥർ ദിവസവും അവർക്ക് സാപ്പാടിന് കൊടുക്കണമെന്നില്ല. ഉടമസ്ഥരുടെ പണിക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ പണിക്ക് പോകാം. പക്ഷേ ആവശ്യമുള്ളപ്പോൾ വന്നില്ലെങ്കിൽ ശിക്ഷയ്ക്ക് പാത്രമായിരിക്കും. കൊയ്ത്തു കഴിഞ്ഞാൽ 10-1 അവർക്ക് കൊടുക്കും. ഉടമസ്ഥന് അവരെ കൊന്നുകളയുവാൻ കൂടി അവകാശമുണ്ടെന്ന് പത്മനാഭമേനോൻ കൊച്ചി രാജ്യചരിത്രം വാള്യം 2 പുറം 652 കാണാം. ഈ വിഭാഗക്കാർക്ക് അവകാശങ്ങൾ യാതൊന്നുമില്ലായിരുന്നുവെന്ന് പറയാനാവുകയില്ല എന്നാണ് പത്മനാഭമേനോൻ പറയുന്നത്. അധംപതിച്ച ഈ ദരിദ്രവർഗങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി പറയുന്നത് അസംബന്ധമാണ്. ശരിയായ അർത്ഥത്തിൽ അവകാശമെന്നോ ആനുകൂല്യമെന്നോ പറയാവുന്ന യാതൊന്നും അവർക്കില്ല. മരിക്കാൻ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോവാൻ തീർച്ചയായും അവർ അനുവദിക്കപ്പെട്ടിരുന്നില്ല. യജമാനന് വേണ്ടി എന്തെങ്കിലും ജോലിക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന കാലം വരെ എന്തായാലും അത് നടപ്പില്ല. അത്രയും കൊണ്ട് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവസാനിക്കുന്നു എന്നാണ് പത്മനാഭമേനോൻ കേരള വോളിയം 2 പറഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു അവരുടെ അവകാശങ്ങൾ. ഇങ്ങനെ അടിമത്തത്തിൽ കിടന്നിരുന്ന ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നടത്തിയ പോരാട്ടവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ടും 10-15 നൂറ്റാണ്ടുകളായി നിലനിന്ന് വന്നത് സവർണ്ണരുടെ അടിമകളായി തന്നെ ആ ജനത തുടർന്നിരുന്നെങ്കിൽ അവർക്ക് എന്ത് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് പറയാൻ സാധിക്കുക? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുകയായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഇതുതന്നെയാണ് കാരണം. ദളിത് അവർണ്ണ ജനതയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമെന്നാൽ അത് ബ്രിട്ടീഷുകാരിൽ നിന്നല്ല നേടേണ്ടിയിരുന്നത്, ഇന്നാട്ടിലെ സവർണ്ണരിൽ നിന്നായിരുന്നു. കാരണം അവരെ അടിമകളാക്കിയിരുന്നത് ബ്രിട്ടീഷുകാർ ആയിരുന്നില്ല, സവർണ്ണരായിരുന്നു. അവരുടെ അധ്വാനഫലം കൊള്ളയടിച്ചതും സവർണ്ണരായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൂടാതെ അവരിൽ നിന്ന് നികുതിയും ചുമത്തിയിരുന്നു. ദിവാൻ നാണുപിള്ള പറയുന്നത് അതിഭീകരമായ ഒരു വരവാണ് ഇത് നിർത്തൽ ചെയ്തത് മൂലം ആഹൂതി ചെയ്യപ്പെട്ടത് എന്നാണ്. ഇങ്ങനെ ജീവിതം ദുരിതമായ ഈ നാട്ടിൽ സാധാരണക്കാർക്ക് അഭയവും ആശ്വാസവുമായി തീർന്നത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. ആദ്യം നമുക്ക് ഈ നികുതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവിതാംകൂറിലെ അന്യായമായ നികുതികൾ നിർത്തൽ ചെയ്തത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടായിരുന്നു എന്ന് സി കേശവന്റെ ആത്മകഥയായ ജീവിത സമരത്തിൽ പറയുന്നുണ്ട്. ഈ മിഷണറിമാരുടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ ഈ തലവരി നിർത്തൽ ചെയ്യാൻ കാലവിളംബം നേടുമായിരുന്നില്ലെന്നുള്ളത് നിസ്സന്ദേഹമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ചത്തുപോയവർക്കും ഈ നികുതി കൊടുക്കേണ്ടി വന്നു. കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അന്യനാട്ടിൽ വല്ലവരും കടന്നു കളഞ്ഞിരുന്നെങ്കിൽ അവരുടെ അവകാശികളത് കട്ടായം കൊടുത്തു തന്നെ തീരണം. സംശയം തോന്നുന്നവർ ആഗൂറിൻ്റെ ക്രൈസ്തവ ചരിത്രം നോക്കുക. ഈ തലവരി വഴി ഈ അഴിവരിയിലും
ശാന്തന്മാരിലും നിന്ന് സർക്കാരിന് പ്രതിവർഷം 88,044 രൂപയും മറ്റ് ഏഴജാതികളിൽ നിന്ന് 4,624 രൂപയുമാണത്രേ ലഭിച്ചു വന്നത്. അന്നത്തെ മൊത്തം മുതലെടുപ്പ് 34 ലക്ഷം രൂപ കവിഞ്ഞിരുന്നില്ല. ഏഴജാതികളുടെ നടുവൊടിച്ചിരുന്ന ഈ നികുതികൾ നിർത്തൽ ചെയ്തതിൻ്റെ പിറകിൽ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു എന്നാണ് സി കേശവൻ പറയുന്നത്. ഈ നികുതികൾ നിർത്തൽ ചെയ്തതിലൂടെ സർക്കാരിലേക്കുള്ള വരവ് കുറഞ്ഞത് നേരിട്ട് ബാധിച്ചത് ബ്രാഹ്മണന്മാരെയായിരുന്നു. സാമുവൽ മെറ്റീർ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പിഴിഞ്ഞെടുത്ത പണം ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും രാജകീയ ചടങ്ങുകൾക്കും മേൽ വാരിക്കോരി ചിലവിട്ടു എന്ന് പി ശങ്കുണ്ണി മേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രമെന്ന പുസ്തകത്തിൽ 96-ാമത്തെ പേജിൽ പറയുന്നത്. പിരിച്ചെടുക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് ക്ഷേത്രങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഉണ്ടായിരുന്ന ചെലവ് കഴിച്ചുള്ള തുകയാണ് സർക്കാർ ഖജനാവിൽ അടച്ചിരുന്നതെന്നാണ്. പകലന്തിയോളം പണിയെടുത്തിരുന്ന ഇന്നാട്ടിൽ അവർണ വിഭാഗങ്ങൾക്ക് മര്യാദയ്ക്ക് വിശപ്പടക്കാൻ ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതിരുന്ന കാലത്ത് യാതൊരു പണിയും ചെയ്യാതിരുന്ന ബ്രാഹ്മണന്മാർക്ക് സൗജന്യമായി ദിവസം 2 നേരം സദ്യ കൊടുക്കാൻ വേണ്ടി നാടൊടുക്കം ഊട്ടുപുരകളും പണി കഴിപ്പിച്ചിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ. സർക്കാർ ഊട്ടുപുരകൾ കൂടാതെ ദേവസ്വങ്ങളും വക ഊട്ടുപുരങ്ങളും ഉണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായ നെല്ലും പണവും കൊടുത്തിരുന്നതും സർക്കാരിൽ നിന്ന് തന്നെ ആയിരുന്നു. ഈ മിഷണറിമാരുടെ ആക്രമണം ഇല്ലായിരുന്നെങ്കിൽ ഏഴജാതികൾക്കന്ന് അഭയം എവിടെ കിട്ടുമായിരുന്നു എന്നും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ നിൽക്കുമായിരുന്നുവെന്നും ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഇത് കേശവൻ നായരുടെ ആത്മകഥയിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. മിഷണറിമാരെ സംബന്ധിച്ച് സത്യമായ വിലയിരുത്തലാണ് സി കേശവൻ നടത്തിയിരിക്കുന്നത്. മിഷണറിമാർ ആക്രമിച്ചത് ഹിന്ദുക്കളെയല്ല, ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെയായിരുന്നു.